ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലൈക്കാസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളപ്പമാണ്. അരിപ്പൊടി ഉപയോഗിച്ചാണ് ഞാൻ ഈ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായ വെള്ളപ്പമാണ്. സാധാരണ വീടുകളിൽ കഴുകി ഉണക്കി എടുക്കുന്ന പച്ചരി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കുന്നില്ല, ആ പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പാർട്ടികൾക്കൊക്കെ ചെല്ലുമ്പോൾ കാറ്ററിംഗുകാർ വിളമ്പുന്ന നല്ല സോഫ്റ്റ് വെള്ളപ്പമില്ലേ, അതുപോലെ വളരെ സോഫ്റ്റായിരുന്നു ഈ വെള്ളപ്പം. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് പൊടിയാണ്. ഈ 2 കപ്പ് പൊടിയും ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 3/4 കപ്പ് ചോറാണ്. ഇതിപ്പോൾ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇൻസ്റ്റൻറ്റ് വെള്ളപ്പപ്പൊടിയാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ്. ഒരു 1/4 കപ്പ് പൊടി ഉണ്ടാവും. അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്തത്. പക്ഷെ ഒന്നിച്ച് ചേർക്കുന്നില്ല, വളരെ കുറേശ്ശെയായിട്ടാണ് ചേർക്കുന്നത്. ഇതുപോലെ ഒരു തിക്ക് ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. ഒരു 2 മിനിറ്റ് നന്നായി അടിച്ചെടുക്കണം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കൂടി പോയാൽ അടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ ലൂസായി വരും. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക. ഞാൻ ഈ പാത്രം ചുഴറ്റിയിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ആകെ ഒരു 3 കപ്പോളം വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നന്നായി അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഡബിൾ ഹോൾസിൻ്റെ വെള്ളപ്പൊടിയാണ്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ ഒരു ഓവർനൈറ്റ് അരി അരച്ച് വയ്ക്കുമ്പോൾ ഓവർനൈറ്റ് അല്ലേ വെക്കാറുള്ളത്, അതുപോലെ നമുക്കൊരു 7-8 മണിക്കൂർ ഇത് പൊങ്ങാനായിട്ട് വെക്കണം. ഇപ്പോൾ 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്തൊന്നുകൂടെ ലൂസാക്കി കൊടുക്കാം. ഇനി ഒരു ചൂടായ ചട്ടിയിലേക്ക് കുറേശ്ശെ മാവൊഴിച്ച് ചുറ്റിച്ച് അപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. ഇത് കണ്ടാലേ അറിയാം, വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഈ ഇത്രയും മാവ് കൊണ്ട് 16 അപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.